ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നമായ നഗരം തിരുവനന്തപുരം. കേരളം എന്ന ഈ കൊച്ചു സംസ്ഥാനത്തിൻ്റെ തലസ്ഥാന നഗരി. രാജാക്കന്മാർ ദൈവദാസന്മാരായുള്ള നഗരം. പത്മനാഭദാസന്മാരായി നിലകൊള്ളുന്ന തിരുവിതാംകൂർ രാജാക്കന്മാരുള്ള തലസ്ഥാന നഗരി. ഇന്ന് സംസ്ഥാന സർക്കാരിൻ്റെ അധീനതയിലുള്ള പലതും പണ്ട് രാജഭരണകാലത്ത് പത്മനാഭദാസന്മാരായിരുന്ന രാജാക്കന്മാരുടെ പക്കലുണ്ടായിരുന്നതാണ്. അതല്ല എങ്കിൽ തിരുവനന്തപുരത്തെ പല വികസനങ്ങളുടെയും ആദ്യ ചുവടുവെപ്പ് നടത്തിയിരിക്കുന്നത് ഈ തിരുവിതാംകൂർ മഹാരാജാക്കന്മാരാണ്. സംസ്ഥാനത്തിന്റെ വികസനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച രാജാക്കന്മാരിൽ ഏറ്റവും പ്രധാനി ചിത്തിര തിരുനാൾ മഹാരാജാവാണ്. എന്തിനേറെ തലസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൗഢിയിലൊന്നായ ഇന്റർനാഷണൽ എയർപോർട്ട് അടക്കം തലസ്ഥാന നഗരിയിലെ പലതിനും ചുക്കാൻ പിടിച്ചത് അദ്ദേഹമാണ്. ഇപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിന് മഹാരാജ ചിത്തിര തിരുനാൾ ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന നാമം നൽകണമെന്ന ആവശ്യം ശക്തമായി ഉന്നയിച്ചിരിക്കുകയാണ് ഒരു വിഭാഗം. വർഷത്തിൽ 363 ദിവസവും പൊതുജനത്തിനും 2 ദിവസം ശ്രീപത്മനാഭ സ്വാമിക്കും സ്വന്തമായി നിർമ്മിച്ച് സ്ഥാപിച്ച തിരുവനന്തപുരം വിമാനത്താവളം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യൻ സർക്കാരിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിന് വിട്ടുകൊടുക്കുമ്പോൾ മഹാരാജാവ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ആവശ്യപ്പെട്ടത് ഇത്രയും മാത്രമാണ്. അതായത് 365 ദിവസത്തിൽ 363 ദിവസവും പൊതുജനത്തിനു വേണ്ടിയുള്ള ഏറ്റവും ബൃഹത്തായ ഒരു വികസന മുന്നേറ്റത്തിൻ്റെ ഭാഗമായുള്ള ഈ ഇന്റർനാഷണൽ വിമാനത്താവളം തുറന്നു കൊടുക്കുമ്പോൾ 2 ദിവസം ശ്രീപത്മനാഭദാസനായ അദ്ദേഹത്തിൻ്റെ ആവശ്യം ശ്രീപത്മനാഭൻ്റെ ആറാട്ടിനായി കടന്നു പോകുന്ന വഴിയായതുകൊണ്ട് തന്നെ തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ട് ആ ആറാട്ട് യാത്രയ്ക്ക് വേണ്ടി തുറന്നു കൊടുക്കണമെന്നുള്ളതായിരുന്നു. 1932 നിർമ്മാണം തുടങ്ങിയ വിമാനത്താവളത്തിൽ 1935 ഒക്ടോബർ 28 ബോംബെയിൽ നിന്നെത്തിയ ആദ്യ വിമാനം പറന്നിറങ്ങുകയാണ്. മഹാരാജാവിൻ്റെ ആ വർഷത്തെ ആട്ടത്തിരുനാൾ ദിവസമായ നവംബർ 1 തിരുവനന്തപുരത്ത് നിന്ന് പറന്നുയരുകയായിരുന്നു ആ വിമാനം. വിമാന സർവീസ് ഓപ്പറേറ്റർ ആയിരുന്ന ടാറ്റയ്ക്ക് ഈ മേഖലയിൽ സാമ്പത്തിക നഷ്ടം വരുമോ എന്നൊരു സംശയം കാര്യമായ രീതിയിൽ ഉണ്ടായിരുന്നു. ആ സംശയം ഉണ്ടായിരുന്നിട്ട് പോലും ദീർഘദർശിയായ ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ് അങ്ങനെ ഒരു നഷ്ടം വന്നാൽ അത് സ്വയം നികത്തിക്കൊള്ളാമെന്ന് വാക്കുകൊടുത്ത ആ ബലത്തിൻ്റെ പുറത്താണ് ഇന്ന് രാജ്യത്തെ ഏറ്റവും മികച്ച ഇന്റർനാഷണൽ എയർപോർട്ടുകളിൽ ഒന്നായി തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ട് മാറിയിരിക്കുന്നത് എന്നത് വ്യക്തമാണ്. അങ്ങനെയാണ് ഇന്ന് കാണുന്ന ശംഖുമുഖത്തെ വിമാനത്താവളം യാഥാർത്ഥ്യമായത്. ഈ ഉദ്യമത്തിന് മഹാരാജാവിനൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരി ഭർത്താവ് GV രാജ തിരുമേനിയുടെ പങ്കും വളരെ വലുതാണ്. ശ്രീപത്മനാഭസ്വാമിയും ഭഗവാന്മാരും തിരുവനന്തപുരം വിമാനത്താവള സമുച്ചയത്തിനുള്ളിലെ കരിക്ക് മണ്ഡപത്തിൽ ഇരുന്ന ശേഷം വിമാനത്താവളത്തിൻ്റെ റൺവേയിലൂടെ ശംഖുമുഖം കടപ്പുറത്തേക്ക് പോയി ആറാടി തിരികെ വരുന്ന രീതി മഹാരാജാവിൻ്റെ ഭരണകാലത്തെ എന്ന പോലെ ഇപ്പോഴും ഈ വർഷങ്ങളിലും 2 പ്രാവശ്യം നടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ടിന് തങ്ങളുടെ രാജാവിൻ്റെ നാമം നൽകണമെന്ന ആവശ്യം ഇപ്പോൾ ശക്തമായ രീതിയിൽ തിരുവനന്തപുരത്തെ ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മ ഉയർത്തിയിരിക്കുകയാണ്. ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവിൻ്റെ പ്രയത്നം കൊണ്ട് മാത്രം യാഥാർത്ഥ്യമായ തിരുവനന്തപുരം വിമാനത്താവളത്തിന് മഹാരാജ ചിത്തിര തിരുനാൾ ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന നാമം നൽകണമെന്ന് തിരുവനന്തപുരംകാരുടെ വളരെ കാലത്തെ ഒരു ആവശ്യമാണ്. ആ ആവശ്യം നിറവേറ്റിയേ മതിയാകൂ എന്നാണ് ഒരു കൂട്ടർ ആവശ്യപ്പെടുന്നത്. ഈ ആവശ്യവുമായി ശ്രീപത്മനാഭസ്വാമി ഭക്തരുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സാമൂഹ്യ മാധ്യമ കൂട്ടായ്മയായ ഒരു നഗരത്തിൻ്റെ കഥ എന്ന ആ സാമൂഹ്യ മാധ്യമ കൂട്ടായ്മയുടെ പ്രവർത്തകർ മുൻപോട്ട് വന്നിരിക്കുകയാണ്. ഈ ഉദ്യമത്തിൻ്റെ തുടക്കമെന്ന രീതിയിൽ പാർലമെന്റിലൂടെ അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുവാൻ വേണ്ടിയുള്ള എല്ലാ നീക്കങ്ങളും ആ കൂട്ടായ്മയുടെ ഭാഗത്തു നിന്ന് തുടങ്ങിയിരിക്കുകയാണ്. തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന പേരിൽ അറിയുന്ന തലസ്ഥാന നഗരിക്ക് തിലകച്ചാർത്തായി ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ തമ്പുരാൻ സമർപ്പിച്ച ആ ഇന്റർനാഷണൽ എയർപോർട്ടിന് മറ്റാരുടെയും പേരുകൾ നൽകിയാലോ അല്ലെങ്കിൽ നാമമില്ലാത്ത രീതിയിൽ ഇങ്ങനെ തുടർന്നാലോ അത് തിരുവനന്തപുരത്തുകാരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒന്നാണെന്ന് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ടിനെ എത്രയും പെട്ടെന്ന് ശ്രീ ചിത്തിര തിരുനാൾ ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന രീതിയിലേക്ക് മാറ്റണമെന്ന ആവശ്യം പാർലമെന്റിലൂടെ ഉന്നയിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ കൂട്ടായ്മ. ഗവർണർക്ക് എത്രയും വേഗം ഇനി അവർ കത്ത് നൽകും എന്ന് തന്നെയാണ് അറിയിക്കുന്നത്. ന്യായമായ ഒരു ആവശ്യം എന്ന രീതിയിൽ കേന്ദ്ര സർക്കാർ ഇതിനെ സ്വീകരിക്കുകയാണ് എങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന തിരുവനന്തപുരത്തെ എയർപോർട്ടിൻ്റെ പേര് മാറി ശ്രീ ചിത്തിര തിരുനാൾ ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന രീതിയിലേക്ക് മാറും.